നമ്മുടെ ലേസിപ്പേ ഇല്ലേ, ലേസിപ്പേ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ലേസിപ്പേ ഉപയോഗിക്കുന്നവർക്ക് കുറേ പേർക്കൊക്കെ ലേസി കാർഡ് കിട്ടിയതായിരിക്കും. അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ RBIയുടെ പുതിയ റൂൾ പ്രകാരം ക്രെഡിറ്റ് ലൈൻ കാർഡുകളൊക്കെ ക്ലോസ് ചെയ്യാൻ, ബാൻ ചെയ്യാനൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുതിയ കാർഡുകളും കാര്യങ്ങളൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ലേസി കാർഡ് ഓൾറെഡി യൂസ് ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്കൊരു ആക്ച്വലി ഒരു 90% 95% നല്ലൊരു ഗുഡ് ന്യൂസ് തന്നെയാണെന്ന് പറയാൻ. എന്താ വെച്ചാൽ അവർ ഓൾറെഡി നമ്മുടെ SBM ബാങ്ക് ഇന്ത്യയിൽ ടൈപ്പ് ചെയ്തിട്ട് ഓൾറെഡി അവരെ കാർഡ് ഇറക്കുന്ന SBM ബാങ്ക് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ അവരായിട്ട് ഇപ്പോൾ നിരന്തരമായിട്ട് ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ആക്ച്വലി നമ്മുടെ ഈ ക്രെഡിറ്റ് ലൈൻ കാർഡ്, അതായത് ലേസി കാർഡ് എന്ന് പറയുന്ന സംഭവം ഒരു ക്രെഡിറ്റ് കാർഡായിട്ട്, നോർമലായിട്ടുള്ള ക്രെഡിറ്റ് കാർഡായിട്ട് വിസായിട്ട് ടൈപ്പ് ചെയ്തിട്ട് നോർമൽ ക്രെഡിറ്റ് കാർഡായിട്ടുള്ള അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു 95% ചാൻസ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അത് ഓൾറെഡി ഒരു അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ ഓൾറെഡി ഞാൻ അതിൻ്റെ ന്യൂസ് വന്ന സാധനം ഇവിടെ കാണിക്കാം നിങ്ങൾക്ക്. ഓൾറെഡി എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ എന്താ പറയുക ഒരു PPI കാർഡ് അല്ലെങ്കിൽ ഒരു പേ ലേറ്റർ കാർഡ് ഫസ്റ്റായിട്ട് നമ്മുടെ കൺവേർട്ട് ആവുന്നത്, അതായത് ക്രെഡിറ്റ് കാർഡിലേക്ക് കൺവേർട്ട് ആവുന്നത് എനിക്ക് തോന്നുന്നത് ലേസി കാർഡ് ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ലേസി കാർഡിൻ്റെ യൂസർ ആണെങ്കിൽ കുറേ പേരൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. ഞാനും ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ അതിന് മുമ്പേ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആക്ച്വലി കോൾഡും വൈറൽ ഫീവറൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ സൗണ്ട് ഡിഫറൻസുകളൊക്കെ വരുന്നത്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ക്ലോസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡയറക്റ്റ് കൺവേർഷൻ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഓൾറെഡി ക്ലോസ് ചെയ്താണെങ്കിൽ ചിലപ്പോൾ പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഓൾറെഡി അവരുടെ ലേസി കാർഡ് ഉപയോഗിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ക്രെഡിറ്റ് കാർഡിലേക്ക് കൺവേർട്ട് കിട്ടാനുള്ള ചാൻസ് 99% കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളി 100% കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഓൾറെഡി ഒരു SBM ബാങ്ക് ഇന്ത്യയിലേക്ക് എന്താ പറയുക ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ RBI ബേസിലേക്കും ഇത് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 95% ഇത് ക്രെഡിറ്റ് കാർഡിലേക്ക് മാറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതും ആദ്യത്തെ പേ ലെറ്റർ കാർഡ് ക്രെഡിറ്റ് കാർഡിലേക്ക് മാറുന്നത് ഇതായിരിക്കാനാണ് ചാൻസ് കിട്ടുക. അപ്പോൾ ഈ ഒരു ന്യൂസ് നമ്മൾ ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ നിങ്ങൾ കുറേ പേര് എനിക്കറിയാം ലേസി കാർഡും ലേസി പേ ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ആക്ച്വലി ഒരു നല്ലൊരു വാർത്ത തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കുന്ന കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ Instagram Facebook ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ രണ്ടാം ചാനൽ കാണാത്തൊരു പോയി കണ്ടു നോക്കുക. 𝙤𝙤𝙬𝙚 ആണ് ചാനലിൻ്റെ പേര്. ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.